Hello friends, welcome to my channel. I hope you are doing well. Today I am showing some collection of kawaii stickers in my hands. 7 themes-ലാണ് ഒരേ ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സ് വരുന്നത്. പിന്നെ ബോക്സ് ടൈപ്പിലുള്ള പാക്കേജിലും വരുന്നുണ്ട്. അത് ഡ്രസ്സപ്പ് ഗേൾസും ഫ്രോസൺ തീംസിലുള്ള സ്റ്റിക്കേഴ്സും ആണ്. പിന്നെ കുറച്ച് സിംഗിൾ ഷീറ്റ്സിന്റെ പാക്കറ്റ്സും ഉണ്ട്. സ്റ്റിക്കേഴ്സിന്റെ ഹലോ കിറ്റിയുടെ സ്റ്റിക്കറും വാഷി ടാപ്സും വരുന്ന ഓരോ സ്റ്റിക്കർ പാക്കറ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം ക്യൂട്ട് ആൻഡ് അഡോറബിൾ സ്റ്റിക്കേഴ്സ് ആണ്. ഐ ലവ് ഇറ്റ് വെരി മച്ച്. ഇങ്ങനത്തെ കവായി സ്റ്റിക്കേഴ്സ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നീസിന്റെ കയ്യിലാണ് കാണുന്നത്. സൈറ്റ് എന്നൊക്കെ പറയാം. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ കുറേ തീംസൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ട്സിന്നും മീഷോന്നൊക്കെ ആയിട്ട് മേടിച്ച് ഇപ്പോൾ ഇത്രയും കളക്ഷനായി. ഇതെല്ലാം ഒരുമിച്ചല്ല കേട്ടോ മേടിച്ചത്, ഓരോ ഘട്ടത്തിൽ ഓരോന്നൊക്കെ ആയിട്ടാണ് നോക്കി മേടിച്ചത്. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചത്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഓരോ പാക്കറ്റിലും ഓരോ വെറൈറ്റി സ്റ്റിക്കേഴ്സ് ആണ്. എല്ലാം ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആണ്. PVC പ്ലാസ്റ്റിക് ലൈക്ക് മെറ്റീരിയലിലാണ് ഈ ഒരു കവായി സ്റ്റിക്കേഴ്സ് വരുന്നത്. വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. ഈ ഒരു കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ടാഗ് ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ട് കളർഫുൾ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ക്യൂട്ട്നെസ്. പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണ്. ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റിക്കറാണ് കവായി സ്റ്റിക്കേഴ്സ്. എല്ലാവരും ഇതിന്റെ ഒരു എഡീഷൻ എങ്കിലും മേടിച്ചിട്ടുണ്ട്. വരുന്നത് ഇതൊരു സ്വീറ്റ് പെർ BFF ഡയറി എന്ന് പറയുന്ന നെയ്മയുടെ എഡീഷനാണ്. ഇതിൽ ഫുള്ള് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതിൽ വരുന്ന സ്റ്റിക്കേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് ഗേളി സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത്. ഇതിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് എല്ലാ സ്റ്റിക്കേഴ്സും വരുന്നത്. എല്ലാം ഒരേപോലെ വരുന്ന ഒരു സ്റ്റിക്കേഴ്സ് ആട്ടോ. അപ്പോൾ ഇതുപോലുള്ള കവായി സ്റ്റിക്കേഴ്സിന്റെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സിന്റെ DIY നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ യു ഗൈസ്. നെക്സ്റ്റ് വരുന്നത് കോസ്മോസ് അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു എഡിഷനാണ്. ഇത് കവായി ക്യൂ ബ്രാൻഡിന്റെ സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇത് ഞാൻ റാൻഡം സെലക്ട് ചെയ്തപ്പോൾ വന്നത് ഇതായിരുന്നു കേട്ടോ. വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും പിന്നെ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവേ. വരുന്നത് സ്ട്രോബെറി ബിയർ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തീം കാണുന്നത്. സംഭവം ഇച്ചിരി ക്വാളിറ്റി കുറവാണെങ്കിലും ഞാൻ പിന്നെ തിരിച്ചയക്കാൻ നിന്നില്ല. ഈ ഒരു തീമൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സിന് ഇച്ചിരി സ്റ്റിക്കിനെസ് കുറവാണ് വരുന്നത്. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പശ പോണ രീതി. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കാപ്പിബാറ. ഇതെനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. കുറേ അന്വേഷിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ഈ ഒരു കാപ്പിബാറ ഡോണ്ട് വെരി ഗൈസ് ബി കാപ്പി എന്നൊക്കെ പറയുന്ന പോലെ ആളെപ്പോഴും ഒരു ചിൽ മൂഡിൽ നടക്കുന്ന ഒരു അനിമയാണിത്. ഇതിൻ്റെ സിംഗിൾ ഷീറ്റ്സിൽ വരുന്ന എഡീഷനും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഫി ആയിട്ടുള്ള സ്റ്റിക്കർ ഷീറ്റും സിംഗിൾ ഷീറ്റ്സ് ആണ് വരുന്നത്. അത് ആ സ്റ്റിക്കേഴ്സിന്റെ കുറച്ച് പഫിനെസ് കണ്ടപ്പോഴാണ് ഇത് മേടിച്ചത്. എന്തായാലും ഇത് എനിക്ക് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായ ഒരു ക്യാരക്ടർ ആയ കാരണമാണ് ഇതിന്റെ സിംഗിൾ ഷീറ്റ്സും സെപ്പറേറ്റ്സ് മേടിച്ചത്. ഇനിയാണ് ഗൈസ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കറാണ്. ഡ്രസ്സപ്പ് ഗേൾ സ്റ്റിക്കറാണ്. ഈ ഗേൾസ് ഏത് ഡ്രസ്സ് ഇടണമെന്നും നമുക്ക് തീരുമാനിക്കാട്ടോ. സാരി എടുക്കണോ, ജീൻസ് ഇടണോ, എന്തിടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കട്ടോ. എവിടെ പോകണമെന്ന് വരെ നമ്മൾ തീരുമാനിക്കട്ടോ. വെറൈറ്റി അല്ലേ ഗൈസ്. ഈ ഒരു ബോക്സിൽ 100 പീസ് ഓഫ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇതിലുള്ള ഓരോ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് സ്റ്റിക്കറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹലോ കിറ്റി. ഇതറിയാത്തവരാരുണ്ടാവില്ലല്ലോ. ഇത് നമ്മളുടെ പഴയ ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റിലൊക്കെ സ്റ്റിക്കേഴ്സ് വരുമ്പോൾ ഹലോ കിറ്റിയുടെ ആയിരുന്നു കേട്ടോ ഓഫർ പണ്ടൊക്കെ നമ്മൾ മേടിച്ചിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ എനിക്കൊരു ക്യൂട്ട്നെസ് തോന്നിയപ്പോൾ വീണ്ടും ഒരു നെസ്റ്റാൾജിയ തോന്നിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ വാഷി ടാപ്സും കൂടെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 2 ബോക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ.
ഒരു പർപ്പിൾ ഷെയ്ഡിലും പിന്നെ അതിൻ്റെ കുറച്ച് സിംഗിൾ ഷീറ്റ്സ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രോസൺ ക്യാരക്ടേഴ്സ്. ഇതെൻ്റെ ഫ്രണ്ട് മേടിച്ച് തന്നൊരു സ്റ്റിക്കർ ബോക്സ് ആണ്. ആള് ബാർബി സ്റ്റിക്കേഴ്സ് അന്വേഷിച്ച് പോയതാണ്, കിട്ടിയത് ഫ്രോസൺ ആണെങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ. ഈ ഒരു സ്റ്റിക്കേഴ്സ് നല്ല കളേഴ്സിലാണ് വരുന്നത്, ബ്ലൂ തീമാണ് വരുന്നത്. വെച്ചുള്ളൊരു ജേർണി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലോങ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ഒരു സ്റ്റിക്കേഴ്സ് ഞാനുണ്ടല്ലോ, ഈ സ്റ്റിക്കർ സെറ്റ് അത് ഞാൻ ഷോപ്സിൽ നിന്ന് മേടിച്ചതാണ്. കവായ് സ്റ്റിക്കേഴ്സിൻ്റെ ഓഫർ കണ്ട് മേടിച്ചതാണ്. പക്ഷെ വന്നിട്ട് ഇതുപോലത്തെ മിനി ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സാണ്. ഒരു ഫിംഗറിൻ്റെ സൈസിലേ അത് വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തിട്ടോ. ആദ്യം റിട്ടേൺ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഓഫീസിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവർ റിട്ടേൺ തന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൽ. ഇനിയും നല്ല സ്പ്രെഡൊക്കെ ആയിട്ട് കാണാം. ബൈ.